പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്കൊന്ന് ഗുഡ് ഫ്രൈഡേ ഞാൻ ഇരിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവിനോട് സംസാരിച്ചൊരു കാര്യമാണ്. ഹല്ലേലൂയ. അത് ഒരു മെസ്സേജ് ആക്കി അത് എന്താ പറയുക, പ്രിപ്പയർ ചെയ്യാൻ ഇന്നലെ ഞാൻ അല്പസമയം അതിനോട് സ്പെൻഡ് ചെയ്തെങ്കിൽ അത്രത്തോളം നന്നായതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ, തുറക്കേണ്ടവർ തുറക്കട്ടെ. നമ്മളിന്ന് സംസാരിക്കുമെന്ന വിഷയം ആരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് ആത്മാവിനോട് കഴിഞ്ഞ എനിക്കത് ഗുഡ് ഫ്രൈഡേ, ശരിക്കും പറഞ്ഞാൽ ഗുഡ് ഫ്രൈഡേ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ആരാണ് ക്രിസ്ത്യാനി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചു. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആദ്യം സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം എന്നോട് ചോദിച്ചു ആരാണ് ക്രിസ്ത്യാനി. അപ്പം ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ് ക്രിസ്ത്യാനി എന്ന് പറയും. ഹല്ലേലൂയ. അപ്പോൾ ആരാണ് ക്രിസ്തു. ഹല്ലേലൂയ. ആമേ. അപ്പോൾ നമ്മൾ എന്താ ഒറ്റ വാക്ക് പറഞ്ഞ മഷീകാണല്ലേ, അഭിഷിക്തനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം അവ പറഞ്ഞ അഭിഷേകം എന്താണ്, എങ്ങനെ ലഭിക്കും, ആർക്ക് ലഭിക്കും. അതിനനുബന്ധിച്ച് എന്താണ് രക്ഷ, എന്താണ് സ്നാനം. ഹാലേലിയ. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ദൈവത്തിന് ആത്മാവെന്ന് സംസാരിച്ച് ഞാനതിങ്ങനെ പെട്ടെന്ന് പേനയെടുത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്ത് നമുക്കിന്ന് സംസാരിക്കാം. തുടക്കം തന്നെ ആരാണ് ക്രിസ്ത്യാനി, ഇതിൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. ഹാലേലിയ. ആമേൻ. സ്വോത്രം. കർത്താവേ, അപ്പൊ ഇത് കർത്താങ്ങ് പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടവർക്ക് സ്നാനപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് അനേക ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ അപ്പൊ അത് ദൈവമേ ഹാലേലിയ. പണ്ട് കർത്താവ് ദൈവം പറഞ്ഞു കേട്ടെ, അമ്മേ സ്നാനം ഹാലേലിയ ആവശ്യമാണോ, എന്താണ് സ്നാനം എന്നൊക്കെ ചോദിച്ചു കർത്താവെ അങ്ങൊരു അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്ത്. അതുപോലെ തന്നെ കർത്താവെ ഹാലേലിയ ഗുഡ് ഫ്രൈഡേ എങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച ആയിരുന്നു കർത്താവെ, അതുപോലെ യേശുവിൻ്റെ ഉയർപ്പ് എങ്ങനെ കർത്താവ് ഈസ്റ്റർ ആയെന്നൊക്കെ കർത്താവ് അങ്ങനെ കുറേ ത്രെഡുകൾ കർത്താവ് ദൈവം തന്നെ നമ്മൾ ചെയ്തിട്ട് അനേക ജാതികൾ കാണുകയും കർത്താവ് പലർക്കും അതിൻ്റെ സംശയങ്ങളും കർത്താവ് പലരും എന്നെ വിളിക്കാനും കർത്താവ് സംസാരിക്കാനൊക്കെ ഇടയായല്ലോ. അപ്പോൾ കർത്താവ് അതുപോലെ അങ്ങ് ഇപ്പോൾ പറഞ്ഞ കർത്താവ് ആരാണ് ക്രിസ്ത്യാനി എന്ന് കർത്താവ്. അപ്പോൾ അങ്ങ് കർത്താവ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആരാണ് എന്ന് കർത്താവ് അങ്ങ് വചനത്തിലൂടെ കർത്താവ് തെളിയിക്കുവാൻ തക്കണം. സ്വർഗം സഹായിക്കണം. അപ്പോൾ പരിശുദ്ധാത്മ തന്നെ പൂർണ്ണ കണ്ടുള്ള ഏറ്റെടുക്കണമേ എന്ന് അങ്ങയുടെ കരുത്തിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പോൾ ആ കർത്താവെ സ്തോത്രം 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 കർത്താവ് അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ എന്ന് പറയുന്നത്. ആമേ. ഹാലില്. അപ്പോൾ നമ്മൾക്ക് ഹാലില് ബൈബിൾ അനുസരിച്ച് ആരാണ് ക്രിസ്ത്യാനി എന്ന് ആദ്യമായി പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തെ 26-ാം വാക്യം തോന്നുന്നു. ഒന്ന് വായിക്കാം സിസ്റ്റർ. 11:26. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര്. ആരാണ് ശിഷ്യന്മാർ എന്ന് വെച്ചാൽ യേശുവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് വിളിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ യേശുവിനെ അല്ലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആരോ അവനാണ് ക്രിസ്ത്യാനി. അപ്പനും അമ്മയും കാണിച്ചു തന്ന വഴിയിലൂടെ പോകുന്നവരല്ല. അവർ പിന്തുടർന്ന പാരമ്പര്യത്തെ പിന്തുടരുന്നവരല്ല. പേരിട്ട് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നവരെയല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചെങ്കിൽ അതാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ വെച്ചാൽ ഗുരു എങ്ങനെ നടന്നു അങ്ങനെ നടക്കുക. ഗുരു എന്ത് പഠിപ്പിച്ച് അത് ഫോളോ ചെയ്യുക, ഗുരു എന്ത് പ്രവർത്തിച്ച് അത് പ്രവർത്തിക്കുക. അപ്പൊ യേശുവിനെ അനുഗമിച്ചവരെ കുറിച്ചാണ്, അല്ലെ യേശുവിന്റെ ശിഷ്യന്മാരെയാണ് ആമേൻ ആദ്യമായിട്ട് ക്രിസ്ത്യാനികളെന്ന് അന്തോക്കിൽ വെച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനി ആരാന്ന് വെച്ചാൽ ക്രിസ്ത്യാനി എങ്ങനെ ഉണ്ടായ ക്രിസ്ത്യാനി എന്ന് ആരെ വിളിച്ചു എന്ന് ചോദിച്ചാൽ യേശുവിന്റെ ശിഷ്യന്മാരെയാണ് അവർ കൂടി വന്ന. അതും അവ കൂടി വരുന്നതിന് കുറെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടി വന്ന ആ കൂട്ടത്തെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. നമ്മൾ ക്രിസ്ത്യാനി ആകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈബിൾ വേഴ്സ് അനുസരിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ യേശുവിനെ എന്താ പറയുക, നമ്മുടെ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യമാണ് 3-ാം വാക്യം. 1 കൊരിന്ത്യർ 15:3. 1 കൊരിന്ത്യർ 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അത് എങ്ങനെ? തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ഉയർത്തെഴുന്നേറ്റു. അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കണം. ഹാലേലിയ. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് അതിനെ നമ്മുടെ വായകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വായകൊണ്ട് ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോഴാണ് ആ മനുഷ്യർ ക്രിസ്ത്യാനിയാകാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയും, ഒന്ന് നമ്മൾ എന്താണ് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം എന്ന് വെച്ചാൽ യേശു കർത്താവും
തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു എന്നും അടക്കപ്പെട്ടു എന്നും തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റ് എന്തിനു വേണ്ടി? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലെ, അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അല്ലെ അവിടെ ഒരു വിശ്വാസമുണ്ട്. രണ്ടാമത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബോൺ എഗെയിൻ, അല്ലെ നമ്മൾ വീണ്ടും ജനിക്കണം. ഹാലൽ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വെള്ളത്തിനാലും അഗ്നിയാലും അല്ലെങ്കിൽ ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഹാലലി. അപ്പം വീണ്ടും ജനനത്തെക്കുറിച്ച് യേശു കർത്താവ് പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം എല്ലാം എടുത്ത് വായിക്കുന്നില്ല, കാരണം നമ്മുടെ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് ഒത്തിരി വാക്യങ്ങളൊന്നും വായിക്കത്തില്ല, പറഞ്ഞു പോകാം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം കൃത്യമായിട്ട് യേശു കർത്താവിന്റെ അടുക്കിലേക്ക് നിക്കോദിമോസിനോട് യേശു കർത്താവ് പറയുന്നുണ്ട്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നിട്ട് ആദ്യം പ്രസംഗിച്ച് തുടങ്ങി എന്തിനെക്കുറിച്ചാ? ആ ഒരു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതിനകത്തുള്ളതാണ് നമ്മൾ സ്നാനം ഒരു കൽപ്പനയാണ്. ഹാലേലിയ, സ്നാനപ്രണം. അടുത്ത് പറഞ്ഞത് ഹാലേലിയ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവര് യേശുവിന്റെ ടീച്ചിങ്ങിനെ, ഹാലേലിയ, യേശുവിന്റെ ടീച്ചിങ്ങും യേശുവിന്റെ ജീവിതവും ഫോളോ ചെയ്യണം. ഹാലേലിയ. എന്താ യേശു കർത്താവ് അവരോട് പറഞ്ഞത്? ഫോളോ മീ, അല്ലേ? എന്താ? എന്നെ അനുഗമിപ്പിൻ. ഹാലേലിയ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്റെ അനുകാരികളാകുവിൻ. എന്താ പറഞ്ഞേ? അവർ പഠിപ്പിക്കുന്ന എന്താ ഫോളോ ചെയ്യാൻ പറഞ്ഞ? ഹാലേലിയ. കർത്താവ് നടക്കുന്ന പുറകെല്ലാം നടക്കാനല്ല പറഞ്ഞത്. ഹാലേലിയ. കർത്താവ് പഠിപ്പിച്ച ടീച്ചിങ്സ്. ഹാലയ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞ ഹാലേലിയ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് കുറെ കാര്യങ്ങൾ പിന്നീട് ആ 3.5 വർഷക്കാലം ശിഷ്യന്മാരോടുള്ളപ്പോൾ കൂടെ നടന്നും അവർ കണ്ടും കേട്ടും ഹാലേലിയ അനുഭവിച്ചും അറിഞ്ഞും പഠിച്ചത്. യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടതും കൈ തൊട്ടതുമായ വചനം. അതാരാ? ക്രിസ്തുവാകുന്നു. ഹാലേലിയ. അപ്പൊ ആ വചനത്തെ, ആ ക്രിസ്തുവിനെ, ഹാലേലിയ, അതിനെ എന്ത് ചെയ്യണം നമ്മൾ? ആ ടീച്ചിങ്സും യേശുവിന്റെ ജീവിതത്തെയും ഫോളോ ചെയ്യണം. ഹാലേലിയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സിനെയും ആ ലൈഫ് സ്റ്റൈലും ജീവിതം ഫോളോ ചെയ്യണം. കർത്താവ് യേശുക്രിസ്തു എങ്ങനെയായിരുന്നു ജീവിച്ചത്, എങ്ങനെയായിരുന്നു പെരുമാറിയത്? എനിക്ക് നമ്മൾ ഒത്തിരി ദൈവദാസന്മാരെയും മറ്റുള്ളവരെയും മറിച്ചിലും എല്ലാം നമ്മളിന്ന് കാണാറുണ്ട്. പക്ഷെ കർത്താവിന്റെ ആ ലൈഫ് സ്റ്റൈൽ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ കർത്താവ് പോയത് നടന്നു പോകാനോ അല്ലെങ്കിൽ കർത്താവ് പോയതുപോലെ എന്താ ഒരു സ്വന്തമായിട്ട് വീടും അതൊന്നും ഇല്ല ജീവിക്കാനല്ല ഞാൻ പറയും. പക്ഷെ കർത്താവിൻ്റെ ഒരു മനസ്സലിവ്, കർത്താവിൻ്റെ ഒരു സ്നേഹം, കർത്താവിൻ്റെ ഒരു ദയ, ഇതൊക്കെ സ്വഭാവത്തിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കർത്താവ് കർത്താവ് ആരാ? യേശുവിന്റെ റെപ്രസെന്റേറ്റീവായി അംബാസിഡറായി ഇവിടെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഈ അംബാസിഡർ എവിടെയെങ്കിലും രാജ്യത്ത് പോയി ഒരു അംബാസിഡർ അയക്കുമ്പോൾ ആ രാജ്യത്തിന്റെ അപ്പൊ മാന്യതയ്ക്ക് അനുസരിച്ച് അവർ നിൽക്കേണ്ടുന്നത്, ആ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവർ പ്രവർത്തിക്കേണ്ടുന്നത്. എവിടെങ്കിലും പോകുന്ന രാജ്യത്തിനനുസരിച്ചല്ല അവർ നിൽക്കേണ്ടുന്നത്, അല്ലേ? ഹാലേലിയ. അപ്പോ അതുപോലെ കർത്താവിന്റെ അംബാസിഡേഴ്സ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഡിവൈൻ നേച്ചർ ഉണ്ടാവണം അവർക്ക്. ആ ഡിവൈൻ നേച്ചർ ഇല്ലാതെ കർത്താവിന്റെ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ അതിലൊന്നാണ് നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് യേശു കർത്താവ് പഠിപ്പിച്ചത്. അന്യോന്യം സ്നേഹിക്കണമെന്നും അതുപോലെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച് തന്നെ ജീവിക്കണം. ഒബീഡിയൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് നമ്മൾക്ക് കാണിച്ചു എന്താ? ഞാൻ എൻ്റെ ഇഷ്ടമൊന്നും ചെയ്യുന്നില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുന്നത്, ഞാൻ സ്വയമായിട്ടല്ല ഒന്നും ചെയ്യുന്നത്, പിതാവിൽ നിന്ന് കേട്ടിട്ടാകുന്ന സകലം ചെയ്ത്. എന്നിട്ട് ഒരിടത്ത് പറയുന്നത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. അതുപോലെ നമുക്കൊരു അനുസരണം വേണം. നമുക്കൊരു ആ വചനത്തെ വിട്ട് വചനത്തെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് അത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ദൈവവചനത്തിനനുസരിച്ചാണോ നമ്മൾ ചെയ്യുന്നത്? ഇതും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് എന്താ പറയാ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന പറയുന്നത് ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് അവർക്ക് വിശ്വാസം വേണം. എന്താ വിശ്വാസം? യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേറ്റു നമ്മൾ വിശ്വസിക്കണം. രണ്ടാമതാണെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് വേണം? രക്ഷിക്കപ്പെട്ട് അത് വിശ്വസിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാലേലിയ വീണ്ടും ജനനം പ്രാപിക്കണം. കർത്താവ് യേശു ക്രിസ്തു കാണിച്ചു തന്നു. യോഹന്നാന്റെ കൈക്കീഴിൽ ഇറങ്ങി സ്നാനപ്പെട്ട്. ഹാലേലൂയ. ആരെങ്കിലും കൊണ്ടുവന്ന് അല്പം വെള്ളം തളിച്ചാൽ സ്നാനപ്പെടുത്തിയെന്നല്ല, ഇത് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ സ്നാനമുണ്ട്. എന്താ ഞാൻ പറയുന്നത്? ബോർഡ് എഗെയിൻ എന്നാണ്. നമ്മൾ വീണ്ടും ജനിക്കണം. ഒരപ്പൻ്റെ അമ്മയുടെ ഇഷ്ടത്താൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു.
ജഡപ്രകാരം നമ്മൾ ജനിച്ചെങ്കിൽ ആമേൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ജനിക്കുമ്പോഴാണ് നമ്മുടെ സ്നാനമാകുന്നത്. അതിനുശേഷം എന്താ വെച്ചാൽ യേശു കർത്താവ് എൻ്റെ ജീവിതശൈലിയും യേശു കർത്താവ് നടന്നതുപോലെ നമ്മൾ നടക്കണം. യേശു കർത്താവിൻ്റെ വചനത്തെ പൂർണ്ണമായി അനുസരിക്കണം. ഇത്രയും തികയുമ്പോഴൊരു ക്രിസ്ത്യാനി എന്ന് പറയത്തുള്ളൂ. അടുത്ത നമ്മൾ പറയും അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആരോ ക്രിസ്ത്യാനി. അപ്പൊ അടുത്ത് ചോദിക്കും ആരാണ് ക്രിസ്തു? ഒറ്റ വാക്യം നമ്മൾ പറഞ്ഞു, മെഷിക അല്ലെങ്കിൽ അഭിഷിക്തൻ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആരാണ് ക്രിസ്തു എന്നറിയണമെങ്കിൽ ആമേ അപ്പൊ യേശു കർത്താൻ എന്താ പറയുന്നേ? ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ് അല്ലേ. യേശുവിനെ പറഞ്ഞത് അപ്പൊ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ പുത്രനാണ് യേശു. ഹാലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് ഹാലേലി അല്ലെങ്കിൽ പ്രോമിസ്ഡ് മെഷിക നമ്മൾ പറയും. ഹാലേലി ആമേ വരാനിരിക്കുന്ന മെഷിക, അതാണ് അഭിഷിക്തൻ അല്ലെങ്കിൽ അനോയിന്റഡ് വൺ എന്ന് പറയും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പോ ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാനൊരു പ്രസംഗം കേട്ടു. അപ്പൊ നമ്മുടെ സാമ്പാസ് പറയുന്നുണ്ട്, ചിലർ ഇപ്പോഴത്തെ പറച്ചില്ലായിരുന്നു നമ്മൾ അഭിഷിക്തനുണ്ടല്ലോ, അഭിഷിക്തൻ ഇങ്ങനെ പറയും. ഈ അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ അവർ ഏതോ ഒരു പർട്ടിക്കുലർ വിഭാഗമാണ് ഈ അഭിഷേകം. അല്ല, അഭിഷേകമുള്ളവൻ എല്ലാം അഭിഷിക്തനാണ് അല്ലേ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്നിലും നിങ്ങളും ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തർ അഭിഷിക്തരാ. അതിനിപ്പോ അഭിഷേകം വെളിപ്പെടോ നിർബന്ധമൊന്നുമില്ല. ഒറ്റ വാക്കി പറഞ്ഞ ക്രിസ്തു ഉള്ളവനെല്ലാം അനോയിന്റഡ് ആണ്. സംശയമല്ലോ ഉണ്ടോ? അയ്യോ സിസ്റ്റർ, എനിക്ക് വലിയ അഭിഷേകമൊന്നും വെളിപ്പെടുന്നില്ല, എനിക്ക് അഭിഷേകത്തിന് ശുശ്രൂഷയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ അഭിഷിക്തനല്ല. ആ മനുഷ്യൻ നോക്കിയാൽ ഭയങ്കര അഭിഷിക്തനാ. ഇങ്ങനെയാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചാൽ. അല്ല, ക്രിസ്തു ഉള്ളവരെല്ലാം, ക്രിസ്തുവിൽ ആമേ ആയിരിക്കുന്നവർക്ക് എല്ലാവരും അഭിഷിക്തത അല്ലെ അനോയിന്റഡ് എന്ന് പറയാൻ പറ്റും. നമ്മളെല്ലാവരും അനോയിന്റഡ് ആണ്. മനസ്സിലാവും. അപ്പൊ അവിടെ മെഷിക അല്ലെങ്കിൽ ക്രിസ്തുവിനെയാണ് നമ്മൾക്ക് അതിന് എന്തൊക്കെ പറയുന്നത് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ദൈവത്തിന്റെ ഹാലയില്ലേ ആരാണ് ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡിവൈൻ നേച്ചറായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഹാലില് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളൊന്ന് വായിക്കാം സിസ്റ്റർ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന് 10:30 വായിക്കുവോ? 36. ഞാനും പിതാവും ഒന്നാകുന്നു. ആമേൻ. അപ്പൊ വചനം ദൈവമായിരുന്നു. പറഞ്ഞ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം പിതാവും ഞാനും ഒന്നത്രേ എന്ന് പറഞ്ഞാൽ ഈ വചനം തന്നെയാണ്. പിന്നെ താഴോട്ട് പറയുന്ന വചനം അവൻ കൃപയും സത്യം നിറഞ്ഞവനെ നമ്മുടെ ഇടയിലേക്കും. അപ്പൊ ആ വചനം ജഡമായി തീർന്നു അല്ലെ, ആ കൃപയും. അപ്പൊ വചനം ജഡമായതാണ് ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്ന്. അപ്പം വചനം ഒറ്റ വാക്കി പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ വചനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊരു അതിൻ്റെ ഒരു സ്വർഗീയ അല്ലെ ഡിവൈൻ നേച്ചർ എന്ന് പറയുമ്പോൾ വചനം. അപ്പൊ നമ്മൾ എങ്ങനെ രണ്ടാമത് ജനിച്ചത്? എന്താ പറഞ്ഞേക്കുന്നത്? കിഴന്ന ബീജത്താലല്ല, കെടാത്തത് നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചു. ഹാലൂയ. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചതും വചനത്താൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ക്രിസ്തു ആണ് വചനം. ഈ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചതെങ്കിൽ നമ്മൾ ഓരോരുത്തരും അനോയിന്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പം വചനം ഹാലേലിയ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ഹാലേലിയ മഹത്വത്തിൽ പ്രത്യേകിച്ച് ക്രിസ്തു നമ്മളിരിക്കുന്നു പറയുമ്പം കർത്താവ് യേശു ക്രിസ്തു രൂപത്തോട് വന്ന് അകത്ത് കയറി ഇരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ വിത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വീണ്ടും ജനിക്കാൻ വന്ന വിത്ത് ഏതാണെന്ന് വെച്ചാൽ വചനം തന്നെയാണത്. ഹാലേലൂയ. അപ്പോൾ അവിടെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഇത് കേട്ട് വചനത്തെ വിശ്വസിച്ച് എല്ലാം നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കർത്താവിനെ നമ്മൾ കർത്താവിനെ ആരെ കേട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അതേ സമയം തന്നെ നമ്മുടെ ഹാലേലൂയ രാജാവാണ്. ഹാലേലൂയ കർത്താവാണ്. ഹാലേലൂയ. അപ്പം റെവലേഷനകത്ത് പറയുന്ന നമ്മുടെ രാജാവാണ്. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ ഇടത്തും കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ നമുക്ക് കർത്താവ് നമ്മുടെ രക്ഷകനായിട്ടാണ് വന്നത്. ഇനി നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട് വരും. ഹാലൂയ. അവൻ നമ്മുടെ രക്ഷകനാണ്. അപ്പൊ ആ രക്ഷ നമ്മൾ വിശ്വസിച്ചു. ഹാലില്ല നമ്മൾ ഏറ്റെടുത്ത്. ഹാലില്ല. അപ്പൊ അടുത്ത ചോദിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു അഭിഷേകം ഉള്ളവനാരോ അവനാണ് ക്രിസ്തു അല്ലെങ്കിൽ അഭിഷിക്ത. അപ്പൊ എന്താണ് അനോയിന്റിങ് അല്ലെങ്കിൽ ആരാണ് അഭിഷേകമുള്ള അല്ലെ അഭിഷിക്തൻ എന്ന് പറയുമ്പോഴത്തേനെന്ന് പറയാം നമ്മൾ നേരത്തെ സിമ്പിൾ വേഗടി പറഞ്ഞു. ഹാലേലിയ. ക്രിസ്തു
ക്രിസ്തു അല്ലെ മെഷികയാണ് അഭിഷിക്തം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ വചനത്തിൽ പറയുകയാണെങ്കിൽ ആമേ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-19 വാക്യം വായിക്കാവോ? ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്, ഭയങ്കര സ്പീഡൊന്നും അല്ലല്ലേ? അല്ല. എന്റെ മോളെപ്പോഴും ദരിദ്രന അമ്മ നിർത്തി പറയത്തില്ല, അമ്മ ഭയങ്കര സ്പീഡിൽ അങ്ങ് പോകുന്നതാ ചോദിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ആമേൻ, സ്തോത്രം. അവിടെ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയുമ്പോൾ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പൊ പുതിയ നിയമത്തിൽ അഭിഷേകം എന്താന്ന് വെച്ചാൽ ആത്മാവിനാൽ സംഭവിക്കുന്നതാണ് അഭിഷേകം. പഴയ നിയമത്തിൽ നമ്മൾ അഭിഷേകത്തെ കുറിച്ച് കാണിക്കുമ്പം എണ്ണ ഒഴിച്ചൊക്കെ തൈലം ഒഴിച്ചൊക്കെ തൈലക്കൊമ്പ് വെച്ചൊക്കെ അഭിഷേകം ചെയ്യാം. പക്ഷെ പുതിയ നിയമത്തിന്റെ അഭിഷേകം എന്താന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നതാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് എന്തിനാണോ നമുക്ക് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ. ഹല്ലേലൂയ. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക, അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാർ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യാമേ അവിടെ നമ്മുടെ യെശയ്യാ പ്രവചന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ കർത്താവിന്റെ പ്രസാദവർഷം മാത്രമല്ല പ്രതികാര ദിവസത്തെക്കുറിച്ചും അറിയിക്കണം. അതിനും കൂടെയാണ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. ഹാലയില്ല. അപ്പൊ ഈ അഭിഷേകം എന്തിനു നമ്മുടെ മേൽ തന്നിരിക്കുന്നു ചോദിച്ചാൽ ഇവിടെ പറഞ്ഞ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യേശു കർത്താവ് അവിടെ പറയുന്നുണ്ടായിരുന്നു നിക്കോദിമസിനോട്, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും അല്ലെ വെള്ളത്തിനാലും തീയാലും വീണ്ടും ജനിക്കണം. യോഹന്നാൻ പറയുന്നുണ്ടായിരുന്നു, അവിടെ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് ഹാലേലിയ ഇപ്പം സ്നാനപ്പെടുത്തും, പക്ഷെ എൻ്റെ പിന്നാലെ വരുന്നത് നിങ്ങളെ ആത്മാവിനല്ലേ തീയാലും നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ ഒരു തീയാലുള്ള സ്നാനം എന്നാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെ കുറിച്ച്. അതാണ് നമ്മുടെ മേൽ വരുന്ന അഭിഷേകം. ഹാലേ, ഈ അഭിഷേകം പ്രാപിക്കുന്നവരെയാണ് അഭിഷിക്തൻ അല്ലെങ്കിൽ അഭിഷേകം ഉള്ളതെന്ന് നമ്മൾ പറയുന്നവരെ. അതാണ് ആ ഒരു അഭിഷേകം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലേലൂയ, നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനം. പണ്ടത്തെ കാലത്ത് ദൈവം വേർതിരിക്കുന്നവരെ പ്രവാചകന്മാരെ രാജാക്കന്മാരെ പുരോഹിതന്മാരെ തൈലക്കൊമ്പ് വെച്ച് അഭിഷേകം ചെയ്ത് അവരെ വേർതിരിക്കുക. എന്തിനാണെന്നറിയാം? ഒരു വേലയ്ക്കായിട്ട്. അപ്പൊ നമ്മളെയും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്ത് നമ്മളെ വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വേലയ്ക്കായിട്ടാണ്. എന്താ നമ്മൾ ഏൽപ്പിച്ച വേലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ് കൃത്യമായിട്ട് ലൂക്കോസിന്റെ പുസ്തകത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ എന്തിനാണോ വേർതിരിച്ച് അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മ. കർത്താവ് യേശുക്രിസ്തു സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യം നമുക്ക് പറയാണ്. നമ്മൾ പുതിയ നിയമ പ്രകാരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മ പ്രാവുന്ന രൂപത്തിൽ കർത്താവിന്റെ മേൽ വന്നല്ലേ. നമ്മൾ ഓരോരുത്തരും അഭിഷേകം പ്രാപിക്കുന്ന എങ്ങനെ അനോയിന്റഡ് ആകുന്നതെന്ന് വെച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴോ നമുക്ക് ലഭിക്കാം. കാരണം സ്നാനപ്പെട്ട് കഴിഞ്ഞേ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുമെന്ന് ഞാൻ പറയത്തില്ല, കാരണം ഞാൻ അതിനു മുമ്പ് പ്രാപിച്ച ആളാണ്. അല്ലല്ല, അതുകൊണ്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ട് സ്നാനപ്പെട്ട ആള്. അപ്പൊ രക്ഷ നമ്മൾ എപ്പോ കർത്താവിനെ കർത്താവ് പറഞ്ഞ കർത്താവെ എന്ന് നമ്മൾ നമ്മുടെ ഹൃദയം തുറന്ന് വിളിക്കുന്നെങ്കിൽ അത് എങ്ങനെയാ വിളിക്കും തിരിച്ചറിയും ദൈവം. ആ നിമിഷം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ വീണ്ടെടുക്കും. അവിടെ പിന്നെ നമ്മൾ സ്നാനം എന്തുകൊണ്ട് പിന്നെ സ്നാനപ്പെട്ടു എന്ന് വെച്ചാൽ അതൊരു കൽപ്പന ആയതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു. അതൊരു ഓപ്ഷൻ അല്ല. സ്നാനം എന്ന് പറയുന്നത് കൽപ്പനയാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഓപ്ഷണലും ഉണ്ട്, കമാൻഡ്മെന്റ് ആയിട്ടുണ്ട്. കമാൻഡായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ ഇലക്ഷൻ നടന്നു, നമുക്കൊക്കെ വോട്ടവകാശം ഉള്ളവരെല്ലാം പോയി വോട്ട് ചെയ്യണമെന്ന് കൽപ്പനയാണോ? അല്ല, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാം, അല്ലേ? അതൊരു കൽപ്പനയൊന്നുമല്ല. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ കൽപ്പനയായിട്ടുണ്ട്.
അവിടെ ആ കൽപ്പനകളെ നമ്മൾ പാലിച്ചിരിക്കണം. അതിനാണ് ഞാൻ സ്നാനപ്പെട്ടത്. അവിടുത്തെ പറയുന്നത് മീഹാലിലെ എല്ലാവരും എന്ത് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനോയിന്റ് അയക്കുന്നത്? നമ്മുടെ എല്ലാവരും അഭിഷേകം എവിടുന്നാന്ന് ചോദിച്ചാൽ ഒറ്റ അഭിഷേകം നമ്മുടെ മേലുള്ളത്. ആരാ? പരിശുദ്ധാത്മാവിൽ നമ്മൾ അഭിഷേകം, ഒറ്റ ഹോളി വൺ. എന്തിനു വേണ്ടി നമ്മൾ അഭിഷേകം? നമ്മൾ ഒരിടത്ത് പറയുന്നുണ്ട് പരിശുദ്ധാത്മ നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന, സീൽ ചെയ്തിരിക്കുന്ന പറഞ്ഞേക്കുന്നത്. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ട് 1 ജോൺ 2:20 ഒന്ന് വായിക്കോ, 20 വായിക്കോ. യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയാകൊണ്ടല്ല, നിങ്ങൾ അത് അറിയാലും പോഷ്കൊന്നും സത്യത്തിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ഞാൻ എടുത്തില്ല, അത് ഞാൻ 10 ദിവസം ലേഖനം എടുത്തുകൊണ്ടിരിക്കുന്നത്. 20 നിങ്ങളെ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലം അറിയുന്നു. അതിന്റെ 27 വായിക്കാം സിസ്റ്റർ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ട്, നമ്മൾ പരിശുദ്ധാനും അഭിഷേകം ചെയ്യപ്പെട്ട അവൻ തന്നെ സകലം ഉപദേശിച്ച് അത് ഫോഷ്കല്ല, സത്യം തന്നെ. ഇന്നലെ ഞാൻ നമ്മുടെ സഹോദരിയുടെ സംസാരിച്ചെങ്കിൽ അപ്പോൾ അന്നേരം ഈ മെന്ററിങ്ങിന്റെ കാര്യം അതും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തരെ ഓരോ പാസ്റ്റർമാർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും പറയില്ലല്ലോ ഭൂമിയിൽ നമുക്കൊരു മെന്ററിങ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം എല്ലാവരും പറയും ഒരാൾ ആവശ്യമുണ്ട്, നമുക്ക് നടത്താനൊന്നും ആവശ്യമുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ പറയും എനിക്ക് പക്ഷേ ഇതുവരെ ഒരു മെന്റർ ഇല്ല. കാരണം എൻ്റെ മെന്റർ ആരെന്ന് വെച്ചാൽ എനിക്ക് പരിശുദ്ധാത്മാവാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തുടങ്ങി എന്നോട് സുവിശേഷം പറഞ്ഞു തുടങ്ങി പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞതെങ്കിൽ ഹല്ലേലൂയ ആമി പരിശുദ്ധാത്മ തന്നെ എന്നെ മെന്റർ ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യം. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഹൃദയത്തിൽ മെന്റർ ആക്കണമെന്ന് ആഗ്രഹം തോന്നിയ ദേവദാസനുണ്ടായിരുന്നു. ഞാൻ ദേവദാസനെ പറയുമ്പോൾ ദേവദാസനോട് പറഞ്ഞ്, സിസ്റ്ററെ ഞാനൊരു ചർച്ചിന്റെ പാസ്റ്റർ അല്ല, സ്വന്തമായിട്ടൊരു ചർച്ച് നടത്തുന്നില്ല, ഒരു ഇടയ ശുശ്രൂഷയല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മെന്ററിങ് ചെയ്യാനായിട്ട് ഹല്ലേലൂയ അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിനോട് പറഞ്ഞാൽ അതിനൊരു കാര്യം, സിസ്റ്റർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനതൊക്കെ എനിക്കറിയുന്ന പോലെ പറഞ്ഞ്. പക്ഷെ മെന്റർ എന്ന് പറയാനായിട്ട് അങ്ങനെ ഉണ്ടോയെന്നും അങ്ങനെ ചെയ്യാമോന്നും ഒന്നും എനിക്കറിയില്ല. കാരണം പുള്ളിക്കാരന് മെന്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പറച്ചിൽ കേട്ടപ്പോൾ. അല്ലേ? കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് എങ്ങനെ ഏറ്റവും നല്ല മെന്റർ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അല്ലേ? കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഏത് മനുഷ്യനെ മെന്ററായിട്ട് എടുത്താൽ ആ മനുഷ്യന് എല്ലാവർക്കും ബലഹീനതകളുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ മെന്റർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ അവർ പറയുന്നത് എല്ലാം നമ്മൾ ഫോളോ. ഞാൻ പലപ്പോഴും കണ്ടിട്ടോ ചില കലയിലെ ആൾക്കാർ നല്ല നല്ല എന്താ പറയുക പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ് പണ്ടൊരിക്കൽ ദേവദാസനെ കുറിച്ച് കണ്ടാൽ കർത്താവ് യേശുവിനെ കാണുന്ന കണക്കിന് ചിരിയും സംസാരവും ആൾക്കാരുടെ പെരുമാറ്റവും ഒക്കെയാണ്. പക്ഷെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മൊത്തം മാറി. ഭയങ്കര അഹങ്കാരവും നഗളവും ഹല്ലേലൂയ ആമി എന്താ പറയുക നമ്മൾ പറയുന്നത് പണത്തുള്ള ആർത്തിയും ഭയങ്കര എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ. അപ്പോൾ ഞാൻ ഇത് എന്തുകൊണ്ട് എങ്ങനെ പറ്റിയപ്പോൾ പുള്ളിയുടെ മെൻറ്ററിനെ കുറിച്ച് പറഞ്ഞു, ഇന്ന ആളെ മെൻറ്റർ എന്ന്. അപ്പോൾ ആ ആൾ മെൻറ്റർ അയക്കുന്ന കുറച്ച് ദേവദാസന്മാരെ എനിക്കറിയാം. അവരെല്ലാവരും ഭയങ്കര പ്രൈഡ്ഫുള്ളാണ്. അവരെപ്പോഴെന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു അവരെ പഠിപ്പിക്കുന്ന നമ്മൾ ക്രിസ്തു അവൻ്റെ അഭിഷിക്തനാന്ന് പറയുമ്പം എന്തോ വലിയൊരു സംഭവമാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സമയത്ത് എന്നോട് പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് പ്രിവിലേജ്, ഏറ്റവും കൂടുതൽ പ്രിവിലേജ്. പക്ഷേങ്കിൽ നമ്മൾ ശുശ്രൂഷക്കാരായി മാറുമ്പോൾ ആ മാറുന്നവരെ പറയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരെന്നാണ്. അല്ലേ ദൈവത്തിൻ്റെ ദാസി എന്ന. മക്കളെക്കാട്ടി താഴെയാണ് ദാസൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറി നിന്നാൽ, നമ്മളൊരു മൈക്കെടുത്ത് പ്രസംഗിക്കാൻ നിന്നാൽ ഹല്ലേലൂയ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യം വേണം. ഞാൻ എന്നെക്കാട്ടി പ്രിവിലേജ് ഉള്ള ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളും ഞാൻ ദൈവത്തിൻ്റെ ദാസിയുമായിട്ട് അവിടെ നിൽക്കുന്നു. ദാസിയാണ് താഴെ ദൈവത്തിൻ്റെ മക്കളെ കാട്ടി. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടേ നമ്മൾ ശുശ്രൂഷിക്കാവൂ.
ദൈവത്തിന്റെ ശുശ്രൂഷകർ എന്നാ പറഞ്ഞേക്കുന്നത്, ദൈവത്തിന്റെ ദാസന്മാരെന്നാ പറഞ്ഞേക്കുന്നേ. ഹാലേലിയ. അവിടെ മക്കളെക്കാട്ടി ഹാലേലിയ താഴെയാണ് അവരെന്ന് ആ മനോഭാവത്തിൽ തന്നെ ശുശ്രൂഷിക്കാൻ പാടുള്ളൂ. അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം, ഞാനിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെക്കാട്ടി താഴെയാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തോ കാര്യം ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പം ഞാൻ ദൈവത്തിന്റെ ദാസിയായിട്ട് ഇവിടെ നിൽക്കും. ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കർത്താവ് എനിക്ക് പഠിപ്പിച്ച് അന്ന് പറഞ്ഞു തന്നതാണ്. ഞാൻ പലപ്പോഴും ഇത് ഓർക്കും. നമ്മുടെ ഉള്ളിൽ ഇച്ചിരി അഹങ്കാരം എന്തെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് കർത്താവെ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലേ, പറഞ്ഞിട്ടില്ലേ സാറാമ്മ സിസ്റ്ററെ? കാരണം ഈ മനോഭാവം ഇന്നില്ല പലപ്പോഴും. അല്ലെ, അത് അവിടെ ഞാൻ തെറ്റിപ്പോ എന്താ മെന്റർ ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. അവർ പഠിപ്പിക്കുമ്പം അവർ വിചാരിക്കുന്ന ഇവർക്ക് എന്തൊക്കെയോ കുറച്ച് പ്രൈഡൊക്കെ ആകാം. ഞങ്ങളുടെ കൈ കൊണ്ട് ഒരുപാട് അത്ഭുതം നടക്കുന്നു, ഒരുപാട് അടയാളം നടക്കുന്നു, ഞങ്ങളുടെ പ്രവചനമൊക്കെ ഭയങ്കര കറക്റ്റ് ആകുന്നു, അങ്ങനെ അനേകർ. പക്ഷേ ഈ അത്ഭുതം അടയാളം അവരല്ല ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. അല്ലെ, സർവശക്തന്റെ കരം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, അവന്റെ അഭിഷേകം അവിടെ വ്യാപരിച്ചില്ലെങ്കിൽ, അത് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം അവിടെ മാനിഫെസ്റ്റ് ആയില്ലെങ്കിൽ ഈ ഒരു അത്ഭുതവും സംഭവിക്കുക, അടയാളവും സംഭവിക്കത്തില്ല, ഒരു പ്രയോജനം വരത്തില്ല. ഈ ഒരു ബോധ്യം നമ്മളിലൂടെ അനേകർ വിടുവിക്കപ്പെടുമ്പോൾ ഡെലിവറൻസ് മീറ്റിംഗ് നടത്തുന്ന നമ്മൾ ഓരോരുത്തരും കാണുമ്പോൾ ഞാൻ പറയാം, അവർ വിടുവിക്കപ്പെടണം. നമുക്ക് ഹൃദയത്തിൽ സന്തോഷിക്കണം. എന്താ പറയുക, ഇത്രയും കോടി ജനമുണ്ടായ കർത്താവ് എന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തല്ലോ. അതല്ലാതെ നിങ്ങൾക്ക് പുകഴാൻ ഒന്നുമില്ലെന്നേ, പ്രശംസിക്കാനും ഒന്നുമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം വരാൻ വേണ്ടി നമുക്ക് സാക്ഷ്യമായി പറയാം എന്നല്ലാതെ ഇത് നമ്മൾ സാക്ഷ്യം റെക്കോർഡ് ചെയ്ത് കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ഒറ്റ സാക്ഷ്യം നമ്മൾ റെക്കോർഡ് ചെയ്തവരെ പറഞ്ഞിട്ടില്ല, പറയിപ്പിക്കത്തുമില്ല. നീ എത്ര വലിയ ശുശ്രൂഷക ആയാലും ഞാൻ പറയാം, നമ്മളായിട്ട് ആരെയും വിളിച്ച് സ്റ്റേജിൽ കയറ്റി നിങ്ങൾക്ക് സംഭവിച്ചൊന്നും പറയുമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സമയം തുടങ്ങി നടന്നു സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ പറയത്തില്ല. കാരണം വെച്ചാൽ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെ പബ്ലിസിറ്റി ചെയ്യാൻ പാടില്ല, അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ എവിടെ താന്നിരുന്നാലും ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവം 2017 തുടങ്ങി എന്നോട് സംസാരിച്ച ഒരു പ്രവചനത്തിൽ നിവർത്തീകരണത്തിലേക്ക് നമ്മൾ ഈ ദൈവരാജ്യത്തിലുള്ള പലരും എത്താൻ പോകുക. കാരണം വെച്ചാൽ അന്ന് ദൈവം പറഞ്ഞു, നിൽക്കുന്ന നക്ഷത്രങ്ങൾ പോലെ നിൽക്കുന്ന പല ദൈവദാസന്മാരെ ഞാൻ പിടിച്ച് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് വീട്ടിൽ ഒതുങ്ങിയിരുന്നു പലയിടങ്ങൾ ഞാൻ പറഞ്ഞ് കേട്ട് അനുസരിച്ച് പ്രാർത്ഥിച്ച് എന്നിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന പലരെയും ഞാൻ കൊണ്ടു നിർത്തുവന്നു. അത് ഈ ദിവസങ്ങളിൽ പലരിലൂടെ എന്നോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അവരോട് ദൈവം അങ്ങനെ പറഞ്ഞതായിട്ട്. അപ്പം എനിക്കത് അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടുന്നത് ദൈവത്തിന്റെ വേല ചെയ്യേണ്ട ദൈവത്തിന്റെ അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവരെയാണ്. ഒരു ഏലിയാവിനെ ഞാൻ വചനത്തിൽ മാറിപ്പോകുന്ന വിചാരിക്കൽ, ഒരു ഏലിയാവിനെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അഡ്രസ് ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം ഏലിയാവിനെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ട് നിർത്തുക. ആരുടെ മുമ്പിൽ? അവിടുത്തെ രാജ്യത്തിന്റെ രാജാവിന്റെ മുമ്പിലേക്ക്. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏലിയാവിനെ കാണുന്നത്. ഏലിയാവിന് ദൈവം പറഞ്ഞു കിരീയത്തിന്റെ തോട്ടിനരിയപ്പോർക്ക് സരാഫത്തിൽ വിധവരെ വിട്ടപ്പോർക്ക് അതെല്ലാം കഴിഞ്ഞിട്ടാണ് കർമ്മേലിൽ കൊണ്ടുവന്ന് നിർത്തിയത്. അതുപോലെ ദൈവത്തിന്റെ വാക്ക് കേട്ട് വർഷങ്ങളായിട്ട് ഞാൻ പറയാം പ്രാർത്ഥനയോട് ദൈവസേന ഇരിക്കുന്ന മനുഷ്യരുണ്ട് ഇവിടെ. അവർ ഈ പറയുന്ന പോലെ ഇവർ കൊട്ടിഘോഷിക്കുന്ന പോലെ അല്ല. അതിൽ ഒന്ന് രണ്ട് പേരെ എനിക്ക് പേഴ്സണലായിട്ട് അവർ സ്വർഗത്തിൽ വരെ കയറിപ്പോവുകയും ഇറങ്ങി വരികയും ചെയ്യുന്ന ആ അനുഭവത്തിലൂടെ കടന്നു പോകും. ദൈവം കൊണ്ട് നടന്ന് ദൈവത്തിന്റെ ആത്മ എടുത്തുകൊണ്ടുപോയി പലതും കാണിച്ചും പഠിപ്പിച്ചും ഇപ്പോഴും പുറത്തു വരാതെ ഒതുക്കിയിരുത്തേക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം പുറത്തെടുക്കാനുള്ള സമയമായിക്കൊണ്ടേയിരിക്കുന്നു. അത് പോട്ടെ, ഞാൻ അതിലേക്ക് പോലെ അന്ത്യകാല ഉണർവിന് വേണ്ടി ദൈവം ഒരുക്കുന്നവരാ. അതിൽ സ്ത്രീകൾക്കൊരു വലിയ പങ്കുണ്ടെന്ന് ദൈവം അന്ന് പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രെയർ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞു അതിന് വേണ്ടി കുറേ സ്ത്രീകളെ ഒരുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പം നമ്മൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ സിസ്റ്റർ ഈ പ്രെയർ ഗ്രൂപ്പിൽ സ്ഥാനം അല്ല.
എന്നോട് പേഴ്സണലായിട്ട് എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുന്നത് ഒരുപാട് പുരുഷന്മാരുണ്ട് ഇതിനകത്ത്. ഹാലേലൂയ. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല, ഹാലേലൂയ, നമ്മുടെ ഗ്രൂപ്പിൽ ആര് വന്നാലും അവർക്ക് സ്വാഗതം. പക്ഷേ ഞാൻ പറയാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ആ കൊയ്ത്ത്, ഹാലേലൂയ, ശമരിയ പട്ടണത്തെ പിടിച്ചു കുലുക്കുക, ശമരിയ സ്ത്രീയെ പോലെ, ഹാലേലൂയ, ചില പട്ടണങ്ങളെ നേടുന്ന ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. അതിൽ ചിലർ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. ഹാലേലൂയ. അങ്ങനെ ഓരോരുത്തരും നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വാക്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പരിശുദ്ധാത്മാ നമ്മൾ ഉണ്ടെങ്കിൽ. അടുത്ത 2 കൊരിന്ത്യർ ലേഖനം 1:21-22 ഒന്ന് വായിക്കുക സിസ്റ്ററെ. രണ്ട് കൊരിന്ത്യർ 2 കൊരിന്ത്യനാണോ? ഓക്കെ, 1:21-22. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അല്ല, 2 കൊരിന്ത്യർ 1:21 ഞാൻ വായിക്കാന്ന്. ഞങ്ങളെ നിങ്ങളോട് ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങൾ തന്നുമില്ല. അപ്പം നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുന്ന ദൈവമാണ്. എങ്ങനെയാ? പരിശുദ്ധാത്മ അഭിഷേകം. അതിനെ പറയുന്നത് നമ്മൾ മുദ്രയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാം. നമ്മൾ പഴയ നിയമത്തിനടുത്ത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ മുദ്ര ഏൽക്കാത്തവരെ ദൂതൻ ഇറങ്ങിയിട്ട് വെട്ടിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ മേലെ സീല് വീണ് കിടപ്പുണ്ട്. എന്താ വരുമ്പം കാണാൻ വേണ്ടിയിട്ട്. പണ്ട് ഇവിടെ മിസ്രൈം ജനം, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരിക്കുമ്പം അവിടെ യേശുക്രിസ്തു രക്തത്താൽ ഒരു മുദ്ര വീണിട്ടുണ്ട്. കട്ടിടപ്പടിമേലും കുറുമ്പടിമേലും ഒക്കെ മുദ്രയിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മളുടെ മുദ്രയിട്ടിട്ടുണ്ട്. എന്താ? പരിശുദ്ധാത്മ നമ്മളെ സീൽ ചെയ്തൊക്കെ. പണ്ട് ചില ദൈവദാസന്മാർ പ്രസംഗം ഇങ്ങനെ പറയാണ്ട്, ആ പിശാച് അവിടെ നിന്ന് നോക്കുമ്പോഴേ, ദൂരെ നിന്ന് നോക്കുമ്പോഴേ കാണാം ഇവിടെ ഒരു മുദ്ര കിടപ്പുണ്ട്, അപ്പോഴേ അവൻ തിരിഞ്ഞു പൊക്കോളും എന്ന്. പക്ഷെ ഇന്നിപ്പം വിശ്വാസികൾ കൂടെ നടക്കുന്നത്. അവർക്ക് തന്നെ ബോധമില്ലാത്തത് കൊണ്ട്. ഇവിടെ മുദ്രയിട്ട് പോയി അവിടെ പറഞ്ഞ ആരെ ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക, നമ്മെ അഭിഷേകം ദൈവമല്ലോ. അതിന്റെ മുമ്പ് 20 തുടക്കി വായിച്ച ദൈവത്തിന്റെ വാക്ക് എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ട്, അവനിൽ ആമേൻ എന്നതിനെ ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവമല്ല. അപ്പം ഞങ്ങളെ നിങ്ങൾ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന അഭിഷേകം ചെയ്യുന്ന ദൈവമല്ലോ. അപ്പൊ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്ന ആരാ? നമ്മുടെ മേൽ വീണ അഭിഷേകം എവിടെന്ന് വെച്ചാൽ ഉയരത്തിൽ നിന്നുള്ള അഭിഷേകമാണ്. അപ്പൊ ആ അഭിഷേകം നമ്മൾ ഉള്ളതുകൊണ്ടാണ് നമ്മളെ അഭിഷേകത്തിൽ നല്ല അനോയിന്റഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ എന്തിനാ ക്രിസ്തു ഉറപ്പിൽ നമ്മെ അഭിഷേകം ചെയ്യും? അതായത് അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു വരും. അപ്പൊ ദൈവം നമ്മളെ മുദ്രയിട്ട്, ആത്മാവിനാലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. മറ്റെടുത്ത് പറയാം, നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി നമ്മളെ മുദ്ര? വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്. എന്തിനാ? കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എല്ലാരും കൊണ്ടുപോകുന്നല്ല. അവിടെ സീലുള്ളവർ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. അതുകൊണ്ടാണ് വെള്ളത്തിനാലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും സ്വർഗത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല, ദൈവരാജ്യത്തിൽ അംഗങ്ങളായി മാറത്തില്ല എന്ന് യേശു കർത്താവ് പഠിപ്പിച്ച്. അപ്പം ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടുത്തത് എങ്ങനെ നമുക്ക് അഭിഷേകം ലഭിക്കും? നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പുതിയ നിയമത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൽ അഭിഷേകം കിട്ടും. അതിന് നമ്മൾ എങ്ങനെയൊക്കെ ചോദിക്കാം? അഭിഷേകം കിട്ടാനായിട്ട് ഒന്നാമത്തെ വഴി എന്താ? ആദ്യം നമ്മൾ പറഞ്ഞ വിശ്വസിക്കണം. യേശു കർത്താവിൽ വിശ്വസിക്കണം. എന്നിട്ട് അവന്റെ വചനത്തിൽ എന്തിനാ നമ്മൾ വസിക്കണം. വചനത്തിൽ വസിക്കുകയും നമ്മൾ എന്നിട്ട് ദൈവത്തിനെ ആയിട്ടുള്ള ഇൻറ്റിമസ്റ്റ് റിലേഷൻഷിപ്പിലേക്ക്, ദൈവമായിട്ട് കൂടുതൽ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് വരികയും, അതുപോലെ മറ്റൊരിടത്ത് പറയുന്നത് ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കും? അളവ് കൂടാതെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവർക്കും രക്ഷിക്കാമേ വിശ്വസിക്കുന്നവർക്ക് ദൈവമായിട്ടൊരു അടുത്ത ബന്ധത്തിലേക്ക് എത്തി ദൈവത്തിന്റെ വചനത്തിൽ വസിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അളവ് കൂടാതെ നിങ്ങൾക്ക് പരിശുദ്ധാത്മ എത്രയധികം നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം ആർക്കുള്ള പ്രിവിലേജ്? മക്കൾക്കുള്ളതാണ് കേട്ടോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവർക്കാണ്. അതുപോലെ തന്നെ അഭിഷേകം എന്തിനാണ് നമ്മൾ കണ്ടത്. ഒരിക്കൽ നമ്മൾ പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മൾ അഭിഷേകം ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ വൈദ്യന്മാരോട് സുവിശേഷം അറിയിപ്പാനും എന്തിനാന്ന് പറഞ്ഞു. അത് ദൈവത്തെ നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ നമുക്കുള്ള ഗിഫ്റ്റാണ്. പണ്ട് എല്ലാവരും പറയും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ മക്കളായി മാറും ദൈവം കൊടുക്കുന്ന ഗിഫ്റ്റാണ് അനോയിന്റിങ്. അല്ലേ? അതെവിടുന്നത്? പിതാവ് നമുക്ക് തരുന്ന സമ്മാനമാണ്.
മക്കളായി കഴിയുമ്പോൾ തരുന്ന സമ്മാനം, അത് ഗിഫ്റ്റാണ്, ദൈവം തരുന്ന ഗിഫ്റ്റാണ് നമുക്ക്. ഹല്ലേലൂയ. ആമേ, അത് ഗിഫ്റ്റ്. എന്നിട്ട് ആമേ, നമുക്ക് അവിടെ പറയുന്നത് നമ്മുടെ രക്ഷ നമുക്ക് എങ്ങനെ, സാൽവേഷൻ എങ്ങനെ നമുക്ക് ലഭിച്ചത്, എങ്ങനെ ലഭിച്ചത്? കൃപയാൽ, ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് അല്ലേ? അതിന് പറയുന്നത് വചനം എഫെസ്യർ 2-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ പറയുന്നുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പം നമ്മൾ എങ്ങനെയാ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവർക്കാണ് തരുന്നതെങ്കിൽ ഇത് ഫ്രീ ഗിഫ്റ്റാന്ന് പറയുമെങ്കിൽ ഈ രക്ഷ എങ്ങനെ വന്നു, അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മ എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ഫ്രീ ഗിഫ്റ്റാ. കൃപയാലല്ലോ. കൃപ എന്താണെന്ന് ഞാൻ എപ്പോഴും പറയും. നമ്മുടെ വിജയഞ്ചൽ പാസ്റ്ററിന്റെ ടീച്ചിങ് അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ 2017, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പാസ്റ്ററിന്റെ പ്രസംഗം ഞാൻ ആദ്യം കേൾക്കാൻ തന്നെ 2016, ഞാൻ രക്ഷിക്കപ്പെട്ട 2017 അന്ന് പഠിപ്പിച്ച, അന്ന് പറഞ്ഞ ഓരോ വാക്യം പോലെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ വചനം എനിക്കറിയാം, ആത്മാവിനാൽ വിതയ്ക്കപ്പെട്ടതാണ്. മറ്റേ നമ്മൾ എന്തോരം ഇന്നലെ കേട്ട പോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. പക്ഷേ അന്ന് കേട്ടു തുടങ്ങി ആ ദേവദാസൻ ലേഖനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്ന ആമയും ദേവദാസനിലൂടെ അമ്മ കേട്ടേക്കുന്നത്, അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആഴത്തിൽ കിടപ്പുണ്ട്. അന്ന് കൃപയാലല്ലോ. നിങ്ങൾ എന്താണ് കൃപയെന്ന് വെച്ചാൽ, അർഹതയില്ലാത്ത ലഭിച്ച അൺമെറിറ്റഡ് ഫേവറാണ് കൃപ. എനിക്കൊരർഹതയുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ എന്നെ തേടി വന്ന കൃപ, ദൈവത്തിന്റെ അൺമെറിറ്റഡ് ഫേവർ എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ പറയുന്ന. നമുക്ക് ഒരു മെറിറ്റും ഇല്ലാതെ കിട്ടിയ ഫേവറാണ്. ഇവിടെ പറയുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കും. ഇവിടെ പറഞ്ഞത് ആമേൻ. ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ ദാനമാണ് നമുക്ക് വന്ന സാൽവേഷൻ. രക്ഷിക്കപ്പെട്ടത് നമ്മൾ കൃപയാലാണ്. അപ്പം രക്ഷ, സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം. അപ്പം നമ്മൾ ഇതെല്ലാം പറഞ്ഞു വന്നിട്ട്, ഇനി രക്ഷ എന്താണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വന്നത്. ഇതൊക്കെ ഞാൻ പറയാം, ഇത് എനിക്ക് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതല്ല, എനിക്ക് വെളിപ്പാട് വന്നതെന്നല്ല. ദൈവം ഇന്ന് കഴിഞ്ഞ ദിവസം അന്ന് ഗുഡ് ഫ്രൈഡേ എന്നോട് സംസാരിച്ചതാ. കാണാക്കി ഡയറിക്കകത്ത് ഇങ്ങനെ കുറിച്ച് ആദ്യമേ അത്ര എഴുതിയിട്ടിട്ട് പിന്നെ ഇന്നലെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ വാക്യങ്ങളൊക്കെ നോക്കിയെടുത്തത്. ഹല്ലേലൂയ. ആമീൻ. അവിടെ പറഞ്ഞ. അപ്പൊ അടുത്തത് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ റോമാലേഖനം 10:9-10 വായിക്കാവോ? റോമർ 10:9. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആമേൻ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. അപ്പം രക്ഷ എന്താണെന്ന്, സാൽവേഷൻ എന്താണെന്ന് ഇവിടെ പറയുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ നേരത്തെ പറഞ്ഞ തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുമ്പോൾ ഉയർത്തെഴുന്നേറ്റു എന്ന്. ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. എന്താ പറയുന്നത്? ദൈവനെ മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തെന്ന് രക്ഷിക്കപ്പെടും. അപ്പം കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കാൻ മാത്രം പോരാ, അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് നീ ഇവത്തെ വിശ്വസിക്കുകയും നീ രക്ഷിക്കണം. എന്നിട്ട് അവിടുത്തെ രക്ഷ പൂർണ്ണമാണ് എന്തെന്ന് വെച്ചാൽ, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നത്. എന്താ നീതിക്കായി? കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾക്ക് പാപം ക്ഷമിക്കപ്പെടുമെന്ന് നമ്മൾ അപ്പൊ നമ്മൾ നീതീകരണത്തിലേക്ക് വരുമെന്ന്, നമ്മൾ നീതീകരിക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് വായ് കൊണ്ട് ഏറ്റുപറയണം. നമ്മൾ എപ്പം വാ തുറന്ന് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട കാര്യം ദൈവത്തിന് ഞാൻ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്, കർത്താവേ എൻ്റെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ നമ്മൾ മനസ്സ് പറയണം. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്ന നമ്മൾ എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞു. അപ്പം ദൈവത്തിന് പരിശുദ്ധാത്മ ലഭിക്കുക എന്ത് ചെയ്യണം ദൈവം പറഞ്ഞേക്കുന്നത്? ചോദിക്കുന്നവർക്ക്. ആർക്ക് കിട്ടുമെന്ന് പറഞ്ഞേ? ചോദിക്കുന്നവർക്ക് ആള് കൂടാതെ കൊടുക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം എന്ത് വേണം? നമ്മൾ ചോദിക്കണം.
ഹാലലൂയ. ഇവിടെയും പറഞ്ഞേക്കുന്നത് നമ്മളങ്ങനെ വായി കൊണ്ട് ഇവിടെ പറഞ്ഞ് ഏറ്റു പറയുകയും ചെയ്യുമ്പോഴാണ് ഹാലയില അവിടെ രക്ഷിക്കപ്പെടുന്നത്. ഹാലയില നമ്മൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടും. സാൽവേഷൻ നമ്മളിലേക്ക് വന്ന് എങ്ങനെയൊക്കെയാണെന്ന് അവിടെ പറഞ്ഞത് റോമലേഖനം 5-ാം അധ്യായത്തിൽ 10-ാം വാക്യം പറയുന്ന 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം കുറേ വാക്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ പുതിയ സൃഷ്ടിയായി മാറണം എന്നുള്ളത് ഹാലേലിയ ഇവിടെ 2 കൊരിന്ത്യർ 5:17 പറയുന്നുണ്ട്. അടുത്ത പറയും നമുക്കൊരു ആ ഒരു വേർഡൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാനസാന്തരം, ഒരു രൂപാന്തരം, മാനസാന്തരം ഒരു രൂപാന്തരം സംഭവിക്കണമെന്ന് അപ്പോസ്തല പ്രവൃത്തി 3:19 നമ്മൾ അത് ഉണ്ടായിട്ട് പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കുറേ വാക്യങ്ങൾ അങ്ങനെയുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഹാലേലിയ. അപ്പം നമ്മളെ വീണ്ടും അടുത്ത നമ്മളെ വീണ്ടെടുക്കപ്പെടുമെന്ന് രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഹാലേലിയ. കർത്താവിൻ്റെ കൂടെ വീണ്ടെടുക്കപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ അത് എഫേസ്യരിലെ 1-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. എഫേസ്യർ 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ആമേൻ. നമുക്ക് നമ്മുടെ അതിക്രമങ്ങളാൽ അവനിൽ നമുക്ക് അവന്റെ രക്തത്തെ അതിക്രമ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മോചിക്കപ്പെട്ട് ഹാലേലിയ അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുമെന്ന് നമ്മൾ ഹാലേലിയ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനിവിടെ അടുത്ത വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ച് ഓണഗെയിൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരു ഫൊർഗീവ്നെസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ലഭിക്കുമെന്ന് നമുക്ക് റോമാലേഖനം 5:1 പറയുന്നുണ്ട്. നമുക്കൊരു ഡെലിവറൻസ് ലഭിക്കുമെന്ന് എന്താ പറയുക നമ്മളായിരിക്കുന്നത് 1 Thessalonians 1:10 പറയുന്നുണ്ട്. അങ്ങനെ കുറേ വാക്യങ്ങളുണ്ട് നമുക്ക് സാൽവേഷനെ കുറിച്ച് നമ്മളുടെ രക്ഷയെക്കുറിച്ചൊക്കെ രക്ഷയെക്കുറിച്ച് പറയുന്നിടത്ത് അതെല്ലാം നമുക്ക് രക്ഷിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഒരിതാണ്. അത് എല്ലാം കൂടെ പറഞ്ഞിരുന്നാൽ സമയം കിട്ടത്തില്ല. അടുത്ത നമ്മൾ സാൽവേഷനെ കുറിച്ച് തന്നെ ഹാലേലിയ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് രക്ഷ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ റോമാലേഖനം 3:23 വാക്യം ഒന്ന് പറയ്ക്കോ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് സകല മനുഷ്യരും പാപികളായതുകൊണ്ടാണ് ഒരു രക്ഷയുടെ ആവശ്യകതയുടെ വന്നത്. എന്തിനു രക്ഷിക്കപ്പെടണം? നമ്മളെ ദൈവം ഇനി രക്ഷ എന്തിനാ എന്നൊക്കെ ചോദിച്ചാൽ അവരോട് പറയുന്ന കാര്യം വെച്ചാൽ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. സകല മറ്റൊരു പറഞ്ഞത് എല്ലാ മനുഷ്യരും പാപികൾ തന്നെയാണ് പാപികൾ. അപ്പൊ അവരിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെങ്കിൽ ഹാലേലൂയ അതിൽ നിന്നൊരു വീണ്ടെടുപ്പ് വേണമെങ്കിൽ ഹാലേലൂയ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അല്ലാതെ നമ്മളിവിടെ ചെയ്യുന്ന എന്ത് നേർച്ച കാഴ്ചകളോ എന്ത് ദാനധർമ്മങ്ങളോ ഒന്നും കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഇടയാകത്തില്ല. രക്ഷ വേണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ. മറ്റൊരു പറഞ്ഞ ദൈവം അവനെ പരസ്യമായി നിർത്തിയേക്കുക. എന്തിനാട്ടാ? ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് ചെന്നാൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ട, സൗജന്യം അത്. ഹാലേലൂയ. പക്ഷേ അവിടെ സൗജന്യമായിട്ട് രക്ഷയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ആകണമെന്ന് മാത്രം. നിന്റെ പാവം എത്ര കടും ചുവപ്പാണെങ്കിൽ അത് ഹിമം പോലെ വെളുപ്പിക്കാന്ന് പറയാം. നമ്മളിവിടെ എന്തൊക്കെ ഹാലേലിയ പോയി എവിടെ കിടന്ന് ശൂലം തറച്ചാലും എവിടെയൊക്കെ കടന്ന് ഉരുണ്ടാലും ഏത് മല കയറിയാലും എത്ര വലിയ കുരിശു എടുത്തുകൊണ്ട് മുകളോട്ട് ചുമന്നുകൊണ്ട് നടന്നാലും ഒന്നും രക്ഷിക്കപ്പെടുമെന്ന് രക്ഷ ലഭിക്കുന്നു പറയുമ്പോൾ നമ്മളിപ്പോൾ കാണാറുണ്ട് ക്രിസ്ത്യാനികളെല്ലാം ഈസ്റ്റർ ആകുമ്പോഴത്തേന് ഒരു 40 ദിവസത്തെ 50 ദിവസത്തേക്ക് നോമ്പ് ഉപവാസമൊക്കെ നടത്താറുണ്ട്. എന്ത് ബേസിലാണ് ചെയ്യുന്നത്? കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കയറുന്നതിന് മുമ്പ് കർത്താവ് യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചായിരുന്നോ? ഉണ്ടോ സിസ്റ്റർ? എഴുതിയിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. പക്ഷെ കർത്താവ് യേശുക്രിസ്തു ഉപവസിച്ച് എന്തിനാണെന്നറിയോ? ഒരു ശുശ്രൂഷയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നെങ്കിൽ ഉപവാസം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, നമുക്കൊരു ഹല്ലേലൂയ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. പക്ഷേ
കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന കർത്താവ് യേശു ക്രിസ്തു ദൗത്യമാകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു കാര്യത്തിൽ കർത്താവ് ഉപവസിച്ചും പ്രാർത്ഥിച്ചൊന്നുമില്ല. അപ്പൊ എല്ലാവരും കർത്താവ് ക്രൂശിൽ അന്ന് കയറി കർത്താവ് ഉപവസിക്കും പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പൊ ഗുഡ് ഫ്രൈഡേ വരുന്നതിന് മുമ്പ്, ഈസ്റ്റർ അവർ ആഘോഷിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് അവർ 40 നോമ്പ് 50 നോമ്പൊക്കെ എടുക്കുന്നു. എന്ത് അടിസ്ഥാനമാണെന്ന് വെച്ചാൽ അതിനൊരു അടിസ്ഥാനമില്ല. ഇന്ന് നമ്മൾ കാണുന്ന നാമധേയ ക്രിസ്ത്യാനികൾ ചെന്ന് ഒരു കാര്യത്തിനും ഒരു ബേസ് ഉണ്ടോ വെച്ചാൽ ഇല്ല. എന്തെന്റെ പേരിൽ ഇവർ ചെയ്യുന്ന വെച്ചാൽ അവർക്ക് മറുപടിയില്ല. ആരോ പറഞ്ഞു, ആരോ ചെയ്ത്, ഞങ്ങളും ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ആരെങ്കിലും എന്നെ എപ്പോഴും തല്ലായിരുന്നു ഭാഗ്യം. അടുത്തത് യേശു കർത്താവിലൂടെ അല്ല നമുക്ക് രക്ഷിക്കപ്പെടാൻ വഴിയില്ല എന്ന് പറഞ്ഞ കാര്യം യേശു തന്നെ ഭൂമിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ട്. എന്താ? ഞാനാകുന്ന വഴി, ഞാനാകുന്ന സത്യം, ഞാനാകുന്നു ജീവൻ. ഹല്ലേലൂയ അല്ലേ? അപ്പൊ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ. അപ്പൊ അവനിലൂടെ അല്ലാതെ ആർക്കും പ്രവേശനമില്ല. വഴിയാകുന്നവനില്ലാതെ, വഴിയില്ലാതെ ആർക്കെങ്കിലും എവിടേക്കെങ്കിലും കയറാൻ പറ്റുമോ? ഇല്ല. കർത്താവ് യേശു ക്രിസ്തു സത്യവാ. ആ സത്യം അറിയാണ്ട് നമ്മൾ സ്വതന്ത്രരാകുമോ? ഇല്ല. അതുപോലെ തന്നെ പറയുന്നത് ജീവൻ. കർത്താവ് യേശു ക്രിസ്തു ജീവൻ ഇല്ലാത്തവൻ എങ്ങനെയാ ജീവിക്കാൻ പോകുന്നത് നമ്മളിൽ? അതറിയാതെ. കർത്താവ് വന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനെന്ന്. ആ കർത്താവിനെ നമുക്ക് തിരിച്ചറിയത്തില്ല എന്താന്ന്. നമുക്ക് എവിടുന്ന ജീവൻ ഉണ്ടാകുന്നത്? അപ്പൊ അവിടെ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാനാകുന്ന വഴി, ഞാനാ ജീവൻ, ഞാനാകുന്ന സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ റെഫറൻസ് വേണം, യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിന് 6 വാക്യം പറഞ്ഞേക്കുന്നത്. ആമീൻ. അടുത്ത പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നമ്മളെ രക്ഷ എന്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും. കാരണം നമുക്ക് കൃപയാൽ അത് ലഭിച്ചെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അറിയണം. സാൽവേഷൻ റൂട്ടഡ് ഇൻ ദ ഗോഡ്സ് ലവ്. ഹല്ലേലൂയ. ആ രക്ഷ നമ്മളിലേക്ക് വന്ന് ദൈവത്തിന്റെ സ്നേഹത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിന്റെ 16 വാക്യം ഒന്ന് വായിച്ചോളൂ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്താ? ദൈവം നമ്മളോട് വെളിപ്പെടുത്തിയ സ്നേഹം എന്താ? തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ എന്തിനാ? നമ്മൾ എല്ലാവരും എന്താ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ നിത്യജീവൻ എന്താന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. ഇന്നത്തെ ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നത്, ഞാൻ ക്രിസ്ത്യാനി പറയുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നത് നിത്യജീവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് എന്തുവാന്ന് ചോദിക്കും. എവിടെ കിട്ടുമെന്ന് ചോദിക്കും. ഏത് കടയിൽ പോയി കിട്ടുമെന്ന് ചോദിക്കും. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിക്കാൻ, ഞങ്ങൾ എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് ഒരു ഷിമോഗയിലുള്ള ഷിമോഗയിൽ ഉള്ള ഒരു പെൺകുച്ചി ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അവൾക്ക് മലയാളം അറിയത്തില്ല. മലയാളം പറയും ഹാലല്ല, പക്ഷേ മീനിങ് ഒന്നും അറിയത്തില്ല. അപ്പൊ അവിടെ എന്തോ ഒരു കാര്യം പഠിപ്പിച്ചത്, ഇങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു വേർഡ് അവിടെ കേട്ട്. അപ്പൊ അവളെ എന്നോട് വാട്ട് ഈസ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് ചോദിച്ചു വന്നേട്ടാ. ഞാൻ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ താഴെ ബെസ്റ്റ് ബേക്കറി ഉണ്ട്. നമ്മുടെ ബെസ്റ്റ് ബേക്കറി മേടിക്കാൻ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ ഞങ്ങൾ വളരെ നല്ല മധുരമാണെന്നൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞ. കുറച്ച് ഇന്റർവ്യൂല് അപ്പോൾ ഓടിച്ചാടി അവിടെ പോയിട്ട് 2 ദാരിദ്ര്യ നിർമ്മാണം തരാൻ പറഞ്ഞു. അതുപോലെ ഇന്ന് എക്സാമ്പിളായിട്ട് പറയാം. അപ്പൊ അതുപോലെ ഇന്ന് നിത്യജീവൻ എന്താന്ന് വെച്ചാൽ, ഇന്ന് നാമധേയ ക്രിസ്ത്യാനികളായിരിക്കുന്ന ചോദിക്കും ഏത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് ചോദിക്കും. കാരണം അത്രയ്ക്കും ബോധമില്ലാത്തവരാ, അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ. കാരണം അവർ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവർ പാപത്തിലും ഈ ലോകത്തിന്റെ മോഹത്തിലും കിടക്കുന്നവർക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ല. അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ എങ്ങും പോകണ്ട. അവരുടെ എല്ലാവരും വീട്ടിലെ മേശപ്പുറത്ത് കാണുന്ന ഒരു സാധനമുണ്ട്, എന്താ പറയുക, ബൈബിള്. അതൊന്ന് തുറന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് തുറക്കത്തില്ല, വായിക്കത്തില്ല. കാരണം അവർക്ക് എന്തോ നമ്മുടെ എല്ലാ എക്സ്പെഷ്യലി നമ്മുടെ കത്തോലിക്കരുടെ എല്ലാവരുടെ വീട്ടിൽ ബൈബിൾ എന്തിനു വെച്ചേക്കുന്ന ഒരു അലങ്കാരമായിട്ട് വെച്ചേക്കുക. ഇത് പക്ഷെ കൈകൊണ്ട് തൊടത്തില്ല. സാത്താൻ കുരിശ് കാണുന്ന കണക്കാണ് അവർക്ക് ബൈബിള് കാണുന്നത്. അവർ കൈ കൊണ്ട് എടുക്കത്തില്ല.
ഹാലലിയ. ഏത് വീട്ടിൽ നിങ്ങൾ കയറി ചെന്ന് നോക്ക്, ആ വീടിന്റെ മേശപ്പുറത്ത് ചിലപ്പോൾ തുറന്നായിരിക്കും, ചിലപ്പോൾ അടച്ചായിരിക്കും, ഒരു ബൈബിള് കാണും. പക്ഷേങ്കിൽ ആ ബൈബിൾ അവർ കൈകൊണ്ട് തൊടുന്നില്ലെന്നറിയാം. ബൈബിളിന്റെ മേലെ പുറച്ചട്ടയിൽ നിങ്ങൾ കൈകൊണ്ട് തൊട്ടാൽ മനസ്സിലാവും അതിനകത്തിരിക്കുന്ന പൊടിയും അല്ലെങ്കിൽ സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് വെച്ചാൽ ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ കൊണ്ടുവെക്കാനായിട്ട് ഉപയോഗിക്കണം. കാശൊക്കെ ആൾക്കാർ, അമ്മച്ചിമാരെല്ലാം കാശൊക്കെ വെക്കുന്ന ബൈബിളിൽ, കാരണം മക്കൾ ആരും അത് കൈകൊണ്ടെടുക്കത്തില്ല, അതുകൊണ്ട് അടിച്ചു മാറ്റത്തില്ല. ഹാലലിയ എന്നുറപ്പ്. ഇവിടെ എന്ത് അതിനുവേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ബൈബിൾ. അതുകൊണ്ട് നിത്യജീവനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ ഏത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെന്ന് ചോദിക്കുന്ന കണക്കാണ് നിത്യജീവനെ കുറിച്ച്. ഇവിടെ പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹാലലിയ. നമ്മൾ വായിച്ച ബാക്കി ഏതാണ് സിസ്റ്റം കൂടെ വായിച്ചത്? തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേ. ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ച്. എന്തിനു വേണ്ടിയിട്ടാ? ഹാലേലിയ. ആമി. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ. നേരത്തെ പറഞ്ഞു സകല മനുഷ്യരും പാപികളാണ്. ഹാലേലിയ. ആമേ. അവര് എല്ലാവരും ആമേ ഹാലെ പാപത്തിന് കീഴാക്കുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചോദിച്ചു നോക്കിയപ്പോൾ ആമേ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ തന്നെ ഹാലെ എന്തിനു വേണ്ടിയിട്ടാ ആ കാൽവരി ക്രൂശ് യാഗമായി അർപ്പിച്ചത്? ഹാലെ ലൂയ. ആമേ കർത്താവ് അവര് വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ആമേ ഇത്രയും നേരത്തെ നമ്മൾ ഹാലെ ആമേ നമ്മൾ പറഞ്ഞു വന്ന നേരെ തല്ല തിരിഞ്ഞാണ് ഇവിടെ ദൈവം നമ്മളോട് ഹാലെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഹാലെ ആദ്യം ഹാലെ ക്രിസ്ത്യാനി എന്താ വെച്ചു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. അപ്പൊ ക്രിസ്തു ആരാന്ന് പറഞ്ഞു. ഹാലലാമി എന്താണ് എങ്ങനെ അനുഗമിക്കുന്നത് വെച്ച് അപ്പൊ രക്ഷിക്കപ്പെടുന്ന പറഞ്ഞ ഓരോ കാര്യം. അപ്പൊ രക്ഷ എന്താന്ന് പറഞ്ഞ് ഹാലലാമി അതെങ്ങനെയാണെന്ന് പറഞ്ഞ് വന്നിട്ട് അല്ല ഇവിടെ വരെ നമ്മൾ എത്തിയിട്ട് ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്. ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്നാൽ എന്താ? അത് നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ സ്നാനത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹാലയില്ല അതിനകത്ത് എല്ലാ വാക്യങ്ങളും ഉൾപ്പെടുത്തി വചനത്തിൽ നിന്ന് ഹാല. അപ്പൊ നമ്മളിവിടെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അല്ല സ്നാനത്തിന്റെ ഹാലേലിയ ആമീൻ എന്താ വെച്ചാൽ നമ്മൾ പുതിയ ഒരു സൃഷ്ടിയായി മാറാൻ വേണ്ടിയിട്ട് വീണ്ടും ജനിക്കുന്നതാണ് സ്നാനം. നമുക്കറിയാം അല്ലേ? അല്ലെ? പഴയത് കഴിഞ്ഞ് ഇനി പുതിയതാ. എന്താ പറയുക? യേശു കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് നമ്മളെ ഏകീഭവിപ്പിക്കുന്ന സ്നാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹാലലിയ. ആ സ്നാനത്ത് നമ്മൾ യേശു കർത്താവ് മരിച്ചു അടക്കപ്പെട്ടതുപോലെ നമ്മൾ വെള്ളത്തിലിറങ്ങി ഹാലലിയ ആമി അടക്കപ്പെടുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുന്നു. ഹാലേ ആമി ഇവിടെ റോമലേഖനം 6:3-4 വായിക്കാവോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ആമേൻ. സ്തോത്രം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ സ്നാനപ്പെടുന്നതെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് സ്നാനപ്പെടുന്നത് റോമാലേഖനത്തിൽ കൃത്യമായി പറഞ്ഞേക്കുന്നത്. അവിടെ പറയുന്നത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ. അപ്പൊ ഈ കർത്താവ് യേശു ക്രിസ്തു ചേരും. എങ്ങനെയാ? അവന്റെ മരണം അടക്ക പുനരുദ്ധാനത്തോട് നമ്മൾ ഏകീഭവിക്കുന്നവരെന്നാ പറഞ്ഞത്. അപ്പൊ അതിനോട് ചേരും. എന്തിനു വേണ്ടിയിട്ട് സ്നാനപ്പെടുന്നത് ചോദിച്ചാൽ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയെ തീർന്ന സ്നാനത്താൽ അവനോട് കഴിച്ചപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്ന നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പിന്നെ നടക്കേണ്ടത് എങ്ങനെയാ? പഴയ ലൈഫല്ല, ജീവന്റെ പുതുക്കം. ആ ജീവൻ എന്താന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ വചനത്തിൽ ജീവൻ ഉണ്ടാകുന്ന ജീവൻ മനുഷ്യരെ വെളിച്ചമാണ്. അപ്പൊ നമ്മൾ വെളിച്ചമായി മാറാൻ വേണ്ടിയിട്ട് ആ ജീവൻ ആ വചനത്തിൽ അവന്റെ ആ ജീവനിൽ തന്നെ നമ്മൾ നടക്കണം. നടന്ന എത്തിന് വേണ്ടിയിട്ടാ അവൻ ഇവിടെ നടക്കണം? എന്നിട്ട് അവന്റെ മരണത്തിന്റെ സാദൃശ്യം നമ്മൾ ഏകീഭവിച്ച പുനരുദ്ധാന സാദൃശ്യത്തോട് അപ്പൊ നമ്മൾ എന്തിനാ അതിന് നടക്കുന്നത് ചോദിച്ചാൽ നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന് നടക്കുമ്പോൾ നമുക്ക് എന്താ പറയാ അവന്റെ പുനരുദ്ധാനത്തോട് നമ്മൾ ഏകീഭവിക്കും. അപ്പൊ നമ്മളെ വീണ്ടെടുക്കും, അല്ലെങ്കിൽ നമ്മൾക്കൊരു നിത്യജീവൻ ഉണ്ട്. ഹാലേലൂയ ആമേ. നമ്മളെ കർത്താവ് വരും എന്ന് ഉള്ള ഒരു ഉറപ്പാണ്, വീണ്ടും കൊണ്ടുപോകാനായിട്ട് വരുമെന്നുള്ള ആ ഒരു ഉറപ്പിന്മേൽ നമ്മൾ നടക്കുക. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്ന് പറയും. സ്നാനം എന്തിനു വേണ്ടിയിട്ടാണ്? സ്നാനം എന്താ നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞു അവന്റെ നാമത്തിൽ അവന്റെ ആമേ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവമക്കളാകാൻ, അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് നമ്മൾ സ്നാനപ്പെട്ടവൻ ദൈവത്തിന്റെ മക്കളായ എന്തിനു വേണ്ടിയിട്ടാണ് സ്നാനം എന്താണെന്നുള്ള അതിന്റെ ഒരു ഇതുമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് അപ്പോസ്തലർ 22:16 വായിക്കാവോ?
ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ പാപങ്ങളെ കഴുകി കളയാനായിട്ട്. ഹാലെ, നമ്മൾ കുളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ സ്നാനത്തെക്കുറിച്ച് നേരത്തെ ഒരു ദൈവനോട് ഇങ്ങനെ സ്നാനം എന്താന്ന് പറഞ്ഞായിരുന്നു. സ്നാനം എന്നാൽ സിമ്പിൾ മീനിങ്ങിന്റെ അർത്ഥം കുളി എന്ന് തന്നെയാണ്. നമ്മൾ എന്തിനാ കുളിക്കുന്നത്? ശരീരത്തിൽ അഴുക്ക് കളയാൻ വേണ്ടി അല്ലേ? അതുപോലെ നമ്മളിവിടെ സ്നാനപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ച് നമ്മൾ സ്നാനപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത് നമ്മുടെ പാപങ്ങളെ കഴുകി കളയാനായിട്ട്. അത് കഴുകി കളയാൻ സോപ്പൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് യേശു രക്തത്താൽ മാത്രമേ കഴുകാൻ പറ്റത്തുള്ളൂ. ആ ഒരു കഴുകലാണ് ഇവിടെ നടക്കുന്ന സ്നാനത്തെക്കുറിച്ച്. ഹാലേലിയ. അപ്പം വാഷിംഗ് ആൻഡ് ക്ലെൻസിങ് എന്നാണ് നമുക്ക് ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഹാലേലിയ. അടുത്ത നമ്മൾ ആമയും കർത്താവിനോട് ചേരുവാനായിട്ട് നമ്മൾ സ്നാനമേറ്റിരിക്കുന്നു. ഹാലേലിയ. ആമയും ഗലാത്യ ലേഖനത്തിന്റെ 3:27. Galatians 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് നമ്മൾ സ്നാനമേറ്റിരിക്കുന്നത്. അടുത്തത് പറയുകയാണെങ്കിൽ ഹാലേലിയ എന്ന് വെച്ചാൽ ക്രിസ്തു നമ്മൾ ഒന്നായിട്ടായിരിക്കാം അത് നമ്മൾ സ്നാനമേറ്റിരിക്കുന്നത്. അടുത്ത 1 Corinthians 12:13 വായിച്ചേ. നിർത്താൻ പോകട്ടോ. 1 Corinthians 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ആമേ. ഇവിടെ നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ സ്നാനമേറ്റു, ഒരേ ആത്മാവിനെ പാനം. അപ്പം സ്നാനത്തിന് എവിടെ ആത്മാവ് വരുന്നത് നമ്മൾ ചോദിക്കുക. ആത്മാവ് സ്നാനപ്പെട്ടതിന് ശേഷമല്ലേ വരുന്നത് ചോദിച്ചാൽ റോമലേഖനം തന്നെ പറയുന്നു നമുക്ക് ആദ്യ ദാനമായ പരിശുദ്ധാത്മാവ് ലഭിക്കും. ഒരുവന് പരിശുദ്ധാത്മാവല്ലാതെ യേശു കർത്താവെന്ന് ഏറ്റുപറയാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറയുന്ന ഒരേ ആത്മാവിനാണ് നമ്മൾ സ്നാനപ്പെടുന്നു, ഒരേ ആത്മാവിന് തന്നെ നമ്മൾ പാനം ചെയ്തിട്ട് നമ്മുടെ മേൽ വന്ന അഭിഷേകം ഒന്നതിന്. അപ്പം നമ്മൾ ദൈവവുമായിട്ട് ഹാലില്ല ഒന്നായി ചേരുക, അല്ലെങ്കിൽ എല്ലാവരും ഒന്നത്രേ എന്ന് പറയുന്ന ഒറ്റ നമ്മളെ വിളിക്കുന്ന എല്ലാവരും വിളിക്കുന്ന എന്താ? ദൈവത്തിന്റെ മക്കളെന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ വിളിക്കുന്നത് എന്താ? നമ്മളെ ദൈവത്തിന്റെ മണവാട്ടി സഭ എന്നാ വിളിക്കുന്നത്. അല്ലെ? അപ്പൊ അവിടെ യവനെന്നോ സ്ത്രീ എന്നോ പുരുഷനോ ഒന്നുമില്ല, എല്ലാവർക്കും ഒരേ ഐഡന്റിഫിക്കേഷൻ ആണ് ലഭിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്നാനമേറ്റിരിക്കുന്നത്. അവിടുത്തെ 1 പത്രോസിന്റെ ലേഖനം 3:21 വായിക്കാവോ? ഫസ്റ്റ് പേജ്. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹാലേലിയ. ഹാലേലിയ. ഇവിടെ പറയുന്നത്, ഇവിടെ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ അത് എവിടെയാ? നമ്മളെ മറ്റേ ചെങ്കൽ കടന്നതിനെ കുറിച്ച് ഇവിടെ പറയാം. സ്നാനമോ ഇപ്പോൾ ജഡത്തിന് അഴുക്ക് കളയുന്നതായിട്ടൊക്കെ നേരത്തെ പറഞ്ഞാൽ ജഡത്തിന്റെ അഴുക്കുകൾ നമ്മൾ പറയുന്നത് നമ്മൾ കുളിക്കുന്ന കുളിയെ സ്നാനം എന്നാണ് പറയുന്നത്. പക്ഷെ അത് ജഡത്തിന്റെ അഴുക്കുകളെ പാപം കളയാനായിട്ട് യേശുരക്തത്താലുള്ള സ്നാനം മാത്രം. ഇവിടെ ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ട് അപേക്ഷയായിട്ട് അത്രയും നല്ല മനസാക്ഷി. ഹാലലൂയ. അവർക്ക് നല്ല മനസാക്ഷിയുള്ള അങ്ങനെ ജാതികളെ കുറിച്ച് പറയും. പക്ഷേ ആ മനസാക്ഷിയെ കുറിച്ച് പറയുന്ന അവർ പറയുന്ന മനസാക്ഷിയല്ല ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം നമ്മെ രക്ഷിക്കുന്നു. അപ്പൊ ആ നല്ല മനസാക്ഷി യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടി നമ്മളെ രക്ഷിച്ചിരിക്കുക. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ വീണ്ടും ജനിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇനി നമ്മൾ നമ്മളും എങ്ങനെയാ? കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളും ഉയർത്തെഴുന്നേറ്റ് നമുക്കുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഉണ്ടായ കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ഉയർത്തെഴുന്നേൽ, ഒരു വീണ്ടെടുപ്പ് നമുക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ഇവൻ വെറുതെ നമ്മളെ രക്ഷിച്ചതല്ല, വെറുതെ നമ്മളെ സ്നാനപ്പെടുത്തേക്കല്ല, കർത്താവിന്റെ വരവെങ്കിൽ കൊണ്ടുപോകണം തന്നെയാണ്. അതിനുവേണ്ടി പരിശുദ്ധാത്മ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ക്രിസ്ത്യാനി ആരെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ അത് ക്രിസ്തുവിനെ. അപ്പൊ ക്രിസ്തു ആരെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം അഭിഷേകമുള്ളവനല്ല, അഭിഷേക ക്രിസ്തു. അപ്പൊ അഭിഷേകം എന്താന്ന് പറഞ്ഞു.
അത് ആർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ്, എങ്ങനെ ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ദൈവത്തിൻ്റെ രക്ഷിക്കപ്പെടുന്നവർക്ക് ആണെന്ന്. അപ്പം രക്ഷ എന്താന്ന് പറഞ്ഞു, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിന് സ്നാനം, അടുത്ത് നമ്മൾ സ്നാനം എന്തിനാന്ന് പറഞ്ഞു, എന്താണ് സ്നാനം എന്ന് പറഞ്ഞു. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഒരു ദൈവ പൈതൽ ഒരു ദൈവ പൈതലിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ സ്നാനപ്പെട്ട ആൾക്കാരുണ്ടാവും അവർക്ക്. പക്ഷെ ഞാൻ അതുപോലെ തന്നെ സ്നാനപ്പെട്ട ആളാണ് കേട്ടോ. കാരണം എനിക്ക് രക്ഷയൊന്നും ബോധമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പരിശുദ്ധാത്മ എന്നോട് ഹല്ലേലൂയ നമ്മുടെ പാരമ്പര്യത്തെ കണ്ട വിഗ്രഹാരാധനയെക്കുറിച്ച് ദൈവം ആദ്യം പറഞ്ഞു തന്ന്, അതാണ് എനിക്ക് ആദ്യം കാണിച്ചെന്ന്. അത് കൊണ്ട് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ വെള്ളത്തിനുള്ള ഒന്നിൻ്റെ പ്രതിമ ഉണ്ടാക്കാനും നമസ്കരിക്കാനേ പാടില്ല. ഈ വചനമാണ് ദൈവനോട് ആദ്യമായിട്ട് ഇടപെടുന്നത്. ഇതാണ് കത്തോലിക്ക സഭയെ ചൂണ്ടിക്കാണിച്ച് എനിക്ക് കാണിച്ചു തന്നതും. അതുകൊണ്ട് ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഹല്ലേലൂയ കർത്താവ്. പിന്നെ കർത്താവ് എന്നെ രക്ഷ എന്താണെന്നും സ്നാനം എന്താണെന്നും ഒന്നും പഠിപ്പിച്ചില്ല. അങ്ങനെ കുറേ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു. ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു. രക്ഷയുടെ ക്ലാസ് ഒന്നും കേട്ടിട്ടല്ല ഞാൻ ഇപ്പോൾ സ്നാനപ്പെട്ടത്. വെറുതെ കർത്താവ് ദൈവം ഞങ്ങളുടെ അവിടുത്തെ പാസ്റ്റർ രാത്രി 1:30 ഞാൻ വിളിച്ചു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയും. അങ്ങനെ ഞാൻ പോയിട്ട് സ്നാനപ്പെട്ടതാണ്. ഈ മെയ് 5-ാം തീയതി ആകുമ്പോൾ 10 വർഷമാണ് ഞാൻ സ്നാനപ്പെട്ടത്. 2016 മെയ് 5-ന് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പം അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പം എനിക്ക് രക്ഷയെക്കുറിച്ച്, പക്ഷേ ഇന്ന് അങ്ങനെ അല്ല. നമ്മൾ പലപ്പോഴും പലർക്കും ക്ലാസ്സൊക്കെ കിട്ടിയതിന് ശേഷമാണ് സ്നാനപ്പെടുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. ആ അറിവില്ല. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത്, അങ്ങനെ സ്നാനപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു അറിവിന് വേണ്ടിയിട്ടും ഇനി സ്നാനപ്പെടാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ ഞാൻ ചെയ്തേക്കുന്നത് ഇന്നത്തെ മെസ്സേജ്. ഇത് കാരണം ദൈവം പറഞ്ഞത് ഇത് ജാതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് തന്നെ പറഞ്ഞു. ജാതികൾ ഉദ്ദേശിച്ചത് മറ്റുള്ള ജാതികളെ അല്ല, ഇന്ന് ക്രിസ്ത്യാനി എന്ന് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കേണ്ട ആൾക്കാരൊക്കെ കേൾക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഈ വചനത്താൽ ദൈവം എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കുക. നമുക്കും ഇല്ലാത്ത അറിവ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ലഭിക്കാനിടയെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതല്ല ദൈവം കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പ് ദൈവം എന്തിനു വേണ്ടി എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് കൊണ്ടു നടക്കുന്നത്. ആ ഉദ്ദേശത്തിലേക്ക് ഇതിൽ കടന്നു എല്ലാവരും എത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാനുണ്ട്. പ്രാർത്ഥിക ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.